Hi viewers, today we are going to start a new subject, organizational behavior. This subject is for BBA S3 students. Organizational behavior is an exciting field of studying human behaviors in organizational settings. Organizations are social systems. See, organizations are old as the human race itself. They are groups of people who work independently towards some purpose. Organizations are not physical structures, rather, they are people who work together to achieve a set of shared goals. ഓർഗനൈസേഷൻസ് സോഷ്യൽ സിസ്റ്റംസ് ആയിട്ടാണ് കരുതപ്പെട്ടിരിക്കുന്നത്. ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യരാശിയോളം പഴക്കമുള്ളതാണ്. ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ അല്ല. എന്ന് പറഞ്ഞാൽ എന്താണ്, കല്ലും സിമെൻറ്റും ഒക്കെ അതുകൊണ്ടൊക്കെ നിർമ്മിച്ചെടുത്ത കുറച്ച് കെട്ടിടങ്ങളല്ല ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെയോ ഒരേപോലെ ഉള്ള ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുവാൻ, ഒരേപോലെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഓർഗനൈസേഷണൽ ഗോൾസ്, ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്താണ് അത് അച്ചീവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവർ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് അവരുടെ ജോലി ചെയ്യുന്നു. അതാണ് ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് തന്നെയും. പിന്നെ ആ ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന കുറച്ച് സോഷ്യൽ ലോസ്, സാമൂഹ്യ നിയമങ്ങളും ആ ഓർഗനൈസേഷനകത്തുണ്ട്. അതൊക്കെ അതിനകത്ത് ബാധകമാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഓർഗനൈസേഷൻസ് ആർ സോഷ്യൽ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അതുപോലെ ആ ഓർഗനൈസേഷനിലെ ഒരു വ്യക്തി ചെയ്യുന്ന ജോലിയുടെ സ്വാധീനം മറ്റൊരാളിലുണ്ടായിരിക്കും. ഒരാൾ നന്നായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ മാത്രമേ അടുത്ത ആൾക്കും നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരാൾ പ്രോപ്പറായിട്ട് ജോലി ചെയ്തില്ലെങ്കിൽ അത് മറ്റൊരാളിൻ്റെ ജോലിയും ബാധിക്കും. നെക്സ്റ്റ്, ദീസ് ആർ റൺ ബൈ എ പീപ്പിൾ. All of us know that there are several factors of production existing in the organizations. They are necessary for the proper functioning of an organization. But these factors of production are managed by a people. So it means that the functioning of an organization depends upon how people work or behave in the organization. ഇതാണെന്ന് മനസ്സിലായോ? ഓർഗനൈസേഷൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓരോ ഓർഗനൈസേഷനും ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മളത് കോമൺ ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിലും അതൊരു ഫോമിലാണ്, ഒരു രീതിയിലാണ് ഓരോ ഓർഗനൈസേഷനും അത് ആവശ്യമായിട്ടുള്ളത്. പക്ഷേ ഏത് രീതിയിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിലും അതൊക്കെ മാനേജ് ചെയ്യുന്നത് ഇവിടുത്തെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും functioning of an organization depends on how people work or behave in the organization. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഓർഗനൈസേഷൻസ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആൾക്കാരാണ്. അതാണ് ദീസ് ആർ റൺ ബൈ പീപ്പിൾ എന്ന് പറയുന്നത്. അതുമാത്രവുമല്ല, ഒരു ഓർഗനൈസേഷൻ്റെ ശരിയായ ഫങ്ഷനിങ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹൗ പീപ്പിൾ വർക്ക് ഓർ ബിഹേവ് ഇൻ ദ ഓർഗനൈസേഷൻ. ഇനി ഇവിടെ ബിഹേവ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ബിഹേവിയർ എന്നർത്ഥമാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതല്ല. ഇവിടെ എങ്ങനെയാണ് ഒരു വ്യക്തി വർക്ക് ചെയ്യുന്നത്, അതാണ് ഇവിടെ ബിഹേവിയർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തി പെർഫോം ചെയ്യുന്നത്, അതിനെയാണ് ഇവിടെ ബിഹേവ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷനിങ് ശരിക്കും ആ ഓർഗനൈസേഷനിലെ ആൾക്കാർ എങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും.
അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പീപ്പിൾ അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് തന്നെയാണ്. Then, understanding human behavior has assumed great significance for the managers for managing people effectively. Human behavior is caused and it is highly unpredictable. Human behavior is caused. That means human behavior is influenced by certain factors. എന്തെങ്കിലും ഒരു വ്യക്തി ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം പറയും. ഉദാഹരണത്തിന് ഒരു എംപ്ലോയി ലേറ്റായിട്ട് വന്നു ഒരു ദിവസം, അപ്പോൾ അതിനെന്തെങ്കിലും ഒരു കാരണം പറയും. അപ്പോൾ ലേറ്റായിട്ട് വന്നതിൻ്റെ കാരണമാണ്, അതാണ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് കോസ്ഡ്. ചിലപ്പോൾ ബസ് താമസിച്ച് വന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം പറയുകയാണ്. So human behavior is caused and highly unpredictable also. Human behavior unpredictable ആണ്, നമുക്കതിനെ പ്രെഡിക്റ്റ് ചെയ്യാനും സാധ്യമല്ല. Why people behave as they behave has therefore been a subject of much interest and concern since our earliest days. Therefore, understanding human behavior has assumed great significance for managers for managing a people effectively. നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ പുറകിൽ ഓരോരുത്തരും ഓരോ രീതിയിൽ ബിഹേവ് ചെയ്യുന്നതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകാം. അതുപോലെ അത് പ്രെഡിക്റ്റബിൾ അല്ല. പ്രെഡിക്റ്റബിൾ അല്ലാത്തത് കൊണ്ട് തന്നെയും മാനേജേഴ്സ് അതിൽ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം, പഠിക്കണം. പണ്ട് കാലം തൊട്ടേ മനുഷ്യന് എന്നും താല്പര്യം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് ഓരോ വ്യക്തിയും ഓരോ രീതിയിൽ പെരുമാറുന്നത് എന്നുള്ളത്. നമ്മളതിനെ ചിലപ്പോൾ ചിന്തിക്കാറില്ല. ചിലർ ന്യൂസ് പേപ്പറിലും ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്, ന്യൂസ് ചാനലിലെല്ലാം കാണുമ്പോൾ വിചാരിക്കാറുണ്ട് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ക്രൂവലായിരിക്കുന്നത്. പൊതുവേ മനുഷ്യനെല്ലാം ഭയങ്കര മനസ്സിൽ കാരുണ്യ സ്നേഹമൊക്കെ ഉള്ളവരാണെങ്കിലും ചില മനുഷ്യർ ഭയങ്കര ക്രൂവലാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇതൊക്കെ പണ്ട് മുതലേ എപ്പോഴും എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഒരു ഓർഗനൈസേഷൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുവാൻ അവിടുത്തെ മാനേജേഴ്സ് ഹ്യൂമൻ ബിഹേവിയറിനെ മനസ്സിലാക്കിയിരിക്കണം. ആ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മാനേജേഴ്സിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു മാനേജർ ആ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഓർഗനൈസേഷൻ ചേഞ്ച് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വരുത്തുമ്പോൾ എംപ്ലോയീസ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ മാനേജർക്ക് കഴിയണം. അല്ലെങ്കിൽ അതിൻ്റെ ആ ഓർഗനൈസേഷൻ ചേഞ്ച് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടാൻ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നേരത്തെ അത് പ്രെഡിക്റ്റ് ചെയ്ത് അത് സോൾവ് ചെയ്തതിന് ശേഷം വേണം ആ ഓർഗനൈസേഷൻ ചേഞ്ച് അവിടെ കൊണ്ടുവരാൻ. അപ്പോൾ ഇത്തരത്തിൽ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ചെയ്യേണ്ടുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ എന്താണ് ഹ്യൂമൻ ബിഹേവിയറിൻ്റെ പ്രത്യേകതകൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയുക എന്നുള്ളത് മാനേജേഴ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ ഒരു മാനേജറിന് അവിടെയുള്ള ഓർഗനൈസേഷനുള്ള എംപ്ലോയീസിനെ വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. Knowledge about why people behave as they behave helps managers extract maximum result from people's efforts for accomplishing organizational goals in effective manner. As we have discussed earlier, നമുക്കറിയാം ഓരോ വ്യക്തിയും ഓരോ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. Each person in the world is individually different. Each person is different from the others in several ways. ഓരോ വ്യക്തിയും ഓരോ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. ഓരോ വ്യക്തിയും മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ബുദ്ധിപരമായിട്ടുള്ള കഴിവിലും അവരുടെ
സ്കില്ല്, അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ഓരോ വ്യക്തിയും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഓരോ ഇൻഡിവിജ്വലും മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? അതിനെക്കുറിച്ചുള്ള നോളജ് മാനേജേഴ്സിനുണ്ടെങ്കിൽ മാത്രമേ ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഇൻ്റലിജൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ വളരെയധികം ബുദ്ധിയുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളിനെ മാനേജർ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ അയാളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അവരുടെ കഴിവുകളെ മാക്സിമം പ്രയോജനപ്പെടുത്തി ആ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു എംപ്ലോയി ഉണ്ടെന്ന് വിചാരിക്കുക. അയാളെ അഡ്വർടൈസ്മെൻറ്റ് സെക്ഷനിലേക്ക് മാറ്റാം. എന്നിട്ട് അവിടെ അയാളുടെ എഫേർട്ടിനെ പരമാവധി പ്രയോജനപ്പെടുത്താം. അക്കൗണ്ടിങ് നല്ല നോളജബിൾ ആയിട്ടുള്ള ഒരാളുണ്ടെന്ന് ഇരിക്കട്ടെ, അയാളെ അക്കൗണ്ടിങ് സെഷനിലേക്ക് മാറ്റിയിട്ട് അയാളുടെ കഴിവിനെ അവിടെ പ്രയോജനപ്പെടുത്താം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് മാറ്റുക. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെയും ബിഹേവിയർ, ഓരോരുത്തരുടെയും സ്കിൽ, ഇവിടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന ആ രീതിയാണ് നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്നത്. എപ്പോഴും മനസ്സിലാക്കണം, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പെരുമാറ്റം എന്നുള്ള അർത്ഥത്തിലല്ല. എങ്ങനെയാണ് ഒരു വ്യക്തി അയാളുടെ ജോലി ചെയ്യുന്നത്, അതാണ് ഇവിടെ ബിഹേവിയർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓരോരുത്തരും എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അത് ഓരോരുത്തരും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള അറിവ് മാനേജേഴ്സിന് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഓരോ എംപ്ലോയിയുടെയും കഴിവിനെ മാക്സിമം ആ ഓർഗനൈസേഷൻ്റെ ഗോൾസ്, ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും. For this, managers need to seek answers mainly to these questions: why people behave as they behave, what influence people's behavior at work. അങ്ങനെ ഓരോരുത്തരുടെയും ബിഹേവിയറിനെ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ മാനേജേഴ്സ് ഈ താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയിരിക്കണം. വൈ പീപ്പിൾ ബിഹേവ് ആസ് ദേ ബിഹേവ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അതിൻ്റെ കാരണം എന്താണ്. അടുത്തതായി, വാട്ട് ഇൻഫ്ലുവൻസ് പീപ്പിൾസ് ബിഹേവിയർ അറ്റ് വർക്ക്. There are so many factors influence a people. ഒരു ആൾക്കാർ പല ഫാക്ടേഴ്സ് സ്വാധീനിക്കും. ഫാക്ടേഴ്സ് ഇൻ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ആസ് വെൽ ആസ് ഇൻ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. ഒരു എംപ്ലോയിയുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷന് പുറത്തുള്ള ധാരാളം ഫാക്ടേഴ്സ് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ ഓർഗനൈസേഷന് അകത്തും, അയാൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനകത്തും ധാരാളം ഫാക്ടേഴ്സ് ഉണ്ട്, അതും അയാളെ സ്വാധീനിക്കും. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പുറത്തും ഓർഗനൈസേഷനകത്തും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഒരു എംപ്ലോയിയുടെ ബിഹേവിയറിനെ സ്വാധീനിക്കും. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ മാനേജേഴ്സിന് ആ എംപ്ലോയീസിന് ആ ബിഹേവിയർ, അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയാണ് മാനേജേഴ്സ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ? രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കണം. എന്തൊക്കെയാണത്? വൈ പീപ്പിൾ ബിഹേവ് ആസ് ദേ ബിഹേവ്. അത് എന്തുകൊണ്ടാണോ ഓരോ എംപ്ലോയിയും അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഇൻഫ്ലുവൻസ് പീപ്പിൾസ് ബിഹേവിയർ അറ്റ് വർക്ക്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് എംപ്ലോയീസിൻ്റെ ബിഹേവിയറിനെ സ്വാധീനം ചെയ്യുന്നത്. ദ സെയിം കോൺസ്റ്റിറ്റ്യൂട്ട് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ്
ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന സബ്ജക്റ്റും ഡീൽ ചെയ്യുന്നത്. എന്തൊക്കെ? വൈ പീപ്പിൾ ബിഹേവ് ആസ് ദി ബിഹേവ്. ഓരോ വ്യക്തിയും ബിഹേവ് ചെയ്യുന്നതിൻ്റെ അവർ അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? അടുത്തതായി, വാട്ട് ഇൻഫ്ലുവൻസ് പീപ്പിൾസ് ബിഹേവിയർ അറ്റ് വർക്ക്. ഒരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ അവിടെ ആ രീതിയിൽ എന്തുകൊണ്ടാണ് ബിഹേവ് ചെയ്യുന്നത്? ഇതൊക്കെയാണ് വൈ ഡു പീപ്പിൾ ബിഹേവ് ആസ് ദി ബിഹേവ്. ആൾക്കാർ സാധാരണ അവർ ബിഹേവ് ചെയ്യുന്ന രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളാണ്, ബിഹേവിയറാണ്. അതിൻ്റെ കാരണം എന്താണ്? അടുത്തതായി, വാട്ട് ഇൻഫ്ലുവൻസ് പീപ്പിൾസ് ബിഹേവിയർ അറ്റ് വർക്ക്. ഒരു ജോലി സ്ഥലത്ത് ഓരോ എംപ്ലോയിയും ഓരോ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് എന്താണ്? ചിലർ നല്ലതുപോലെ ജോലി ചെയ്യും, ചിലർ ഒരു ശരാശരി നിലവാരത്തിൽ തന്നെ ജോലി ചെയ്യുകയുള്ളൂ. ചിലർക്ക് ടെക്നിക്കൽ നോളജ് ഉണ്ട്, ചിലർക്ക് അങ്ങനെയില്ല. ചിലർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, ചിലർക്ക് അതേയില്ല. അപ്പോൾ ഓരോരുത്തരും ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ചിലർ വളരെ പതുക്കെ ജോലി ചെയ്യും, ചിലർ വളരെ വേഗത്തിൽ ജോലി ചെയ്യും, ചിലർ വളരെയധികം ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനമെടുത്ത് അതിനുശേഷം ജോലി ചെയ്യും. ചിലർക്ക് ഒറ്റയ്ക്കിരുന്ന് ജോലി ചെയ്യാൻ ആർക്കും ഇഷ്ടം, ചിലർക്ക് ടീം വർക്കാണ് ഇഷ്ടം. ഇങ്ങനെ ചിലർക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള ജോലി ഇഷ്ടമായിരിക്കും, ചിലർക്ക് അത് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ വ്യക്തിയും ഓരോ രീതിയിലാണ് ഓർഗനൈസേഷൻ പെരുമാറുന്നത്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ്, എന്താണ് അവരെ അതിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? അപ്പോൾ ഇത് തന്നെയാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നതും. Now let's see the definition of organizational behavior. According to Fred Luthens, organizational behavior is directly concerned with the understanding, prediction and control of human behavior in the organizations. According to Fred Luthens, OB is concerned with the understanding. See what do you mean by that? People generally possess physical strength, skills of some kind, executive skills, and organizing abilities. OB helps to understand these qualities and use them for achieving organizational goals. Then prediction. Prediction means actually human behavior is unpredictable. It's very difficult to predict human behavior. It is very complex in nature. But by applying organizational theories, the managers are able to predict human behavior. Then control of human behavior in the organizations.
control means with the help of organizational behavior theories, the managers can control employees working in the organization, because each individual is unique. So a manager should apply different types of techniques to control the human behavior in the organization. Okay. According to Fred Luthensനെ സംബന്ധിച്ച് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണെന്ന് നോക്കാം. ആക്ച്വലി ഫ്രെഡ് ലൂതൻസിൻ്റെ ഡെഫിനിഷനകത്ത് OBയുടെ ഫങ്ഷൻസ് എല്ലാം തന്നെയും ഉൾക്കൊള്ളുന്നുണ്ട്. OB is directly concerned with the understanding, prediction and control of human behavior in the organization. ഇവിടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എംപ്ലോയീസിന് പലതരത്തിലുള്ള ഫിസിക്കൽ സ്ട്രെങ്ത്, പലതരത്തിലുള്ള സ്കിൽ, പലതരത്തിലുള്ള എബിലിറ്റീസ് ഉള്ളവരായിരിക്കാം. അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കണം. അത് മനസ്സിലായെങ്കിലല്ലേ അവരെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓർഗനൈസേഷൻസ് ഗോൾസ് അച്ചീവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അവരെ ഉപയോഗപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ബിഹേവിയർ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് OB സഹായിക്കുന്നു. പിന്നെ മറ്റൊന്ന് പ്രഡിക്ഷൻ. നമുക്കറിയാം ഹ്യൂമൻ ബിഹേവിയർ അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് ചുറ്റും എത്രയോ സംഭവങ്ങളാണ് നമ്മൾ ന്യൂസ് പേപ്പറിൽ TV-യിലൊക്കെ കാണുന്നത്. നമുക്ക് അത്ഭുതം തോന്നും, ഇങ്ങനെയൊക്കെ മനുഷ്യന് ബിഹേവ് ചെയ്യാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ ഹ്യൂമൻ ബിഹേവിയർ അൺപ്രഡിക്റ്റബിൾ ആണ്. ആ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ മാനേജേഴ്സ്, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയറിനെ മാനേജേഴ്സ് പ്രഡിക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ഉദാഹരണത്തിന് മാനേജർ ഒരു ഓർഗനൈസേഷൻ ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്, ഓർഗനൈസേഷനിലൊരു മാറ്റം. അപ്പോൾ മാനേജേഴ്സ് നേരത്തെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യണം ഈ മാറ്റത്തിനോട് അവിടെയുള്ള എംപ്ലോയീസ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക. എങ്കിൽ മാത്രമേ ആ ഓർഗനൈസേഷൻ ചേഞ്ചും പ്രശ്നങ്ങളൊന്നും കൂടാതെ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മുൻകൂട്ടി കാണണം അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. അപ്പോൾ ആ മാറ്റത്തിൽ എംപ്ലോയീസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നേരത്തെ സോൾവ് ചെയ്ത് തന്നെ വേണം ആ മാറ്റം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനും ഒക്കെ സഹായിക്കും അത്തരത്തിൽ പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ. അടുത്തതായി കൺട്രോൾ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ദ ഓർഗനൈസേഷൻസ്. കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ ഒരു വ്യക്തി നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടാവാം, നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അയാൾക്ക് ആ ജോലിയിൽ ആ പെർഫോമൻസിന് ഒരു പ്രശ്നം, പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തുകയാണ് മാനേജർ. കാരണം കണ്ടെത്തിയതിന് ശേഷം ചിലപ്പോൾ അത് അയാളുടെ പേഴ്സണൽ പ്രോബ്ലം ആയിരിക്കാം, ചിലപ്പോൾ ഓർഗനൈസേഷനകത്ത് തന്നെയുള്ള മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കാം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ആ മാനേജർക്ക് ആ പ്രോബ്ലം, ആ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന എംപ്ലോയിയുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തി അയാളെ പിന്നെയും പഴയ പെർഫോമൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ ഹ്യൂമൻ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുവാനും OB വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ അതിനൊക്കെ പറ്റി തിയറീസ് ഓർഗനൈസേഷണൽ ബിഹേവിയറിലുണ്ട്. അത് നമ്മൾ ധാരാളം തിയറീസ് ഉണ്ട്, അതെല്ലാം പിന്നീട് നമ്മൾ പഠിക്കും. ഈ തിയറീസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മാനേജേഴ്സിന് ഹ്യൂമൻ ബിഹേവിയറിനെ മനസ്സിലാക്കുവാനും പ്രഡിക്റ്റ് ചെയ്യുവാനും കൺട്രോൾ ചെയ്യുവാനും സാധിക്കും. To sum up, OB may be understood to be the study of human behavior in organizational settings. It deals with the study of how their acts affect the performance of the organization. It also applies the knowledge about human behavior for improving an organization's effectiveness. അപ്പോൾ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ OB ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഓർഗനൈസേഷണൽ
സെറ്റിങ്സിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഒരു ഓർഗനൈസേഷണൽ സെറ്റിങ്സിൽ, ഒരു ഓർഗനൈസേഷനകത്ത് ഹ്യൂമൻ ബിഹേവിയറിനെ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് OB കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിൻ്റാണ്. ഇൻ ഓർഗനൈസേഷണൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന് പുറത്ത് ഉള്ള ബിഹേവിയറിനെ കുറിച്ച് ഓർഗനൈസേഷണൽ ബിഹേവിയർ കൂടുതൽ കൺസേൺഡ് ആകുന്നില്ല. ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിനകത്ത് എംപ്ലോയീസ് അവരുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന സബ്ജക്റ്റിലൂടെ നാം ചെയ്യുന്നത്. അടുത്തതായി, ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹൗ ദർ ആക്ട്സ് അഫക്ട് ദ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. എംപ്ലോയീസിൻ്റെ ഓരോ പ്രവൃത്തികളും എങ്ങനെയാണ് അവരുടെ പെർഫോമൻസിനെ ബാധിക്കുന്നത്. അടുത്തതായി, ഇറ്റ് ഓൾസോ അപ്ലൈസ് ദ നോളജ് അബൌട്ട് ഹ്യൂമൻ ബിഹേവിയർ ഫോർ ഇംപ്രൂവിങ് ഓർഗനൈസേഷൻസ് എഫക്റ്റീവ്നെസ്. ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കാൻ ഹ്യൂമൻ ബിഹേവിയറിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നും ഇത് പഠിപ്പിക്കുന്നു. ടുഡേയ്സ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഓർഗനൈസേഷണൽ ബിഹേവിയർ?